ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മാംഗോ സൈഡ് ഡിഷ് ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴിതാ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോഴിതാ ഉള്ളിയെല്ലാം അത്യാവശ്യം നല്ല പോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോഴിതാ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇച്ചിരി മധുരവും എരിവും ഒക്കെ കൂടി കലർന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ ഡിഷാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇതിലോട്ട് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് നല്ല തിക്കായിട്ടും ഒരു സൈഡ് ഡിഷായിട്ടുമാണല്ലോ റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഇത് കണ്ടോ, തിളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു ചെറിയ 3 കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ ഇത് ശർക്കരയൊക്കെ മെൽറ്റായിട്ട് നല്ല പോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു പഴുത്ത മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ നന്നായി പഴുത്തിട്ടുള്ള മാങ്ങ എടുക്കണം. അതിനാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. ഇനി മസാലയെല്ലാം ഒന്ന് മാങ്ങയിലൊക്കെ നല്ല പോലെ ഒന്ന് പിടിക്കട്ടെ. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇത് വാങ്ങി വയ്ക്കാവുന്നതാണ്. ഇതാ നമ്മുടെ സ്പൈസിയും സ്വീറ്റും ആയിട്ടുള്ള സൈഡ് മാംഗോ ഡിഷ് റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇതിൻ്റെ ചൂടൊക്കെ നന്നായി പോയതിന് ശേഷം ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ടിട്ട് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഒരു 1 വീക്കൊക്കെ കേടുകൂടാതിരുന്നോളും. ചോറിനൊപ്പം കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ഡിഷാണിത്. നിങ്ങൾ എന്തായാലും ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കൂ. ഇതിൻ്റെ രുചി തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി സൈഡ് മാംഗോ ഡിഷ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.